പ്രിയപ്പെട്ട പ്രേക്ഷകരെ വചന സമീക്ഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന വേദഭാഗം 2-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യം. ഞാൻ നിനക്ക് ജനതകളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. നമുക്ക് ദൈവം പറഞ്ഞേക്കുന്ന ഒരു വാഗ്ദത്വമാണ് കേട്ടോ. നമ്മൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് തരുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മടിക്കാതെ ചോദിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വചന സമീക്ഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ ഒരു അവിശ്വാസിയായിട്ടുള്ള ഒരു യുവാവ് വിശ്വാസിയായിട്ടുള്ള ഒരു മിഷണറിയെ കണ്ടു. അവരെ കണ്ടപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നിയിട്ട് ചോദിച്ചു, നിങ്ങളുടെ ദൈവത്തോട് ഒരു $100 ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വിശ്വാസിയായിട്ടുള്ളവർക്ക് മനസ്സിലായി അദ്ദേഹം ഒന്ന് കളിയാക്കി ചോദിച്ചതാണ്. എന്തായാലും അദ്ദേഹത്തോട് മറുപടി പറഞ്ഞല്ലേ ആവുള്ളൂ. അത് അവർ ഉടനെ തിരിച്ചു പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനോട് പോയിട്ട് $100 തരുമോ എന്ന് ചോദിക്കൂ. അപ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു, അതെങ്ങനെ ഞാൻ ചോദിക്കും, എനിക്ക് അദ്ദേഹത്തെ അറിയില്ലല്ലോ. അദ്ദേഹത്തെ എനിക്ക് പേഴ്സണലി അറിയാമെങ്കിൽ മാത്രമല്ലേ എനിക്ക് അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിക്കാനും പറ്റുള്ളൂ. ചിലപ്പോൾ എനിക്ക് നല്ല പരിചയം ഉണ്ടെങ്കിൽ അദ്ദേഹം എനിക്ക് ചോദിച്ചാൽ തരുകയും ചെയ്യും. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ യാതൊരു പരിചയവും ഇല്ല. അപ്പോൾ ഞാൻ പോയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കത് കിട്ടാൻ പോകുന്നില്ല. മാത്രമല്ല എനിക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടിയാലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിശ്വാസിയായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങളുടെ ദൈവത്തോട് $100 ചോദിച്ചാൽ തരുമെന്നാണ്. നിങ്ങളിപ്പോൾ എന്താണ് എന്നോടിപ്പോൾ പറഞ്ഞത്? ഞാൻ അമേരിക്കൻ പ്രസിഡന്റിനോട് $100 ചോദിക്കുന്ന കാര്യമല്ലേ, പക്ഷെ അതിപ്പോൾ ഇതുമായിട്ട് എന്താ റിലേഷൻ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ വിശ്വാസിയായിട്ടുള്ള ഈ മിഷണറി പറഞ്ഞു, നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനെ അറിയാത്തതുപോലെ തന്നെയല്ലേ നിങ്ങൾക്ക് ദൈവവുമായിട്ട് യാതൊരു പരിചയവുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ പെട്ടെന്ന് ദൈവത്തോട് $100 ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ ഒരു എക്സാമ്പിളിൽ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ മനുഷ്യന് ഏകദേശം മനസ്സിലായി. കാരണം ശരിയാണ്, അദ്ദേഹത്തിന് ദൈവവുമായിട്ട് അധികം ബന്ധമില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ അവിശ്വാസി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ടോക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വിശ്വാസി പറഞ്ഞു കൊടുത്തു. പക്ഷേ വേറൊരു മനുഷ്യനുണ്ടായിരുന്നു, ദൈവഭക്തനായിട്ടുള്ളൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് മുള്ളർ എന്നാണ്. അദ്ദേഹം ഒരിക്കൽ ദൈവത്തോട് അദ്ദേഹത്തിൻ്റെ ആവശ്യം പറഞ്ഞു. അദ്ദേഹം ഒത്തിരി, അതായത് $1000 ദൈവത്തിൽ നിന്ന് അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യന് ഭയങ്കര കൗതുകമായി. അതെങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു, ആ മനുഷ്യന് അത്രയും ദൈവമായിട്ട് വലിയൊരു അടുപ്പമുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആവട്ടെ, റിലേറ്റീവ്സ് ആവട്ടെ, ആരോടാണെങ്കിലും നമ്മളൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മാക്സിമം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ നോക്കൂ അല്ലേ. പക്ഷേ ഒരു പരിചയമില്ലാതെ പെട്ടെന്ന് ഒരാളെ വഴിയിൽ വെച്ച് കണ്ടിട്ട് നമ്മൾ ഓടിപ്പോയിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ മാക്സിമം അവരത് ശ്രദ്ധിക്കാതെ പോവാണ് പതിവ്. അതുപോലെ തന്നെയാണ് ദൈവവുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റാണ് നമുക്കുള്ളെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയായാലും നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ദൈവം നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും. ഈ കഥ നമുക്ക് തുടരാം. ആദ്യമായിട്ട് ഒരു കോൾ വരുന്നുണ്ട്. കോളിന് ശേഷം കഥ തുടരാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ജിജി ലൂക്കോസ്. ജിജി ലൂക്കോസ്. എവിടെ നിന്ന് വിളിക്കുന്നു? കൊല്ലം ജില്ല. കൊല്ലത്ത് എവിടെയാ? കൊല്ലം വെളിച്ചിക്കാല എന്ന് പറയും. വെളിച്ചിക്കാല. ഓക്കെ, കേട്ടിട്ടില്ല. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ് 2 മക്കള്. മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? മൂത്ത മോന് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇളയ മോൻ എറണാകുളത്ത് പഠിക്കുന്നു. ഓക്കെ, എല്ലാരും സുഖായിരിക്കുന്നല്ലോ? സുഖമായിരിക്കുന്നു. പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അല്ല, മുന്നേ ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു. ഓക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം. എങ്ങനെയാണ്, എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ടോ? ഉണ്ട്. എത്ര ചാപ്റ്റേഴ്സ് വെച്ചാ വായിക്കാറുള്ളത്? അങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെയല്ല, സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കും. ഓക്കെ, എന്നാലും മിനിമം ഒരു ചാപ്റ്ററെങ്കിലും ഒരു പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു തീർക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നീട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ സങ്കീർത്തനങ്ങളും ഒക്കെ വായിച്ചു. ഓ, അത് ശരി. കാരണം അത് വലിയൊരു ടാസ്ക് ആണല്ലേ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക എന്ന് പറയുമ്പോൾ. ഒരു ദിവസം നമുക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു കണ്ടിന്യൂഷൻ അങ്ങ് പോവും അല്ലേ? അതെ. ഓക്കെ, എന്തായാലും ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഗുരു, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ? അല്ല, ഒരുത്തൻ എന്നല്ലേ പറയുന്നുള്ളൂ, പേരായിട്ട് പറയുന്നില്ലല്ലോ. അതാ, ആ ഒരുത്തൻ മതിയല്ലോ. കൂടുതൽ ഡീറ്റെയിൽ വേണമെന്നുണ്ടോ? ഓക്കെ, എന്തായാലും ഉത്തരം ശരിയാണ് കേട്ടോ.
അതായത് ഒരു മനുഷ്യൻ. ഓക്കെ, ഒരു മനുഷ്യൻ. അങ്ങനെ പറയുന്നില്ലേ, സ്പെസിഫൈ ചെയ്യുന്നില്ലേ, ഒരു മനുഷ്യൻ എന്ന് പറയുന്നില്ലേ? ഒരുത്തൻ എന്നാണ്. ഒരുത്തൻ എന്നാണ്. ഓക്കെ, ട്രാൻസ്ലേഷന്റെ വേരിയേഷൻ ആണ്. എനിവേ ഉത്തരം ശരിയാണ്. അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ ബൈബിളില് ഈ ആഴ്ച ബൈബിൾ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടായിരുന്നു. അപ്പം ഈ ആഴ്ച വായിച്ചതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ സ്പർശിച്ച് അല്ലെങ്കിൽ ഒരു പോർഷൻ ഏതാണ് ബൈബിളില്? ഒരു വചനമോ അല്ലെങ്കിൽ ഒരു അധ്യായമോ ഏതാണ്? സങ്കീർത്തനം 51 ഞാൻ ഡെയിലി വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം. അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കോ? റിപ്പീറ്റ് ചെയ്ത് എന്നും വായിക്കാറുണ്ട്. ആണോ? എന്തുകൊണ്ടാ? അത് ഞാന് എന്തോ എനിക്കത് തോന്നാറുണ്ട്. 91 സങ്കീർത്തനം, 51 സങ്കീർത്തനം, 23 സങ്കീർത്തനം, അങ്ങനെയൊക്കെ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ശരി പറഞ്ഞോളൂ, എന്താണ് 51 സങ്കീർത്തനത്തിന്റെ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്? ദൈവം പിന്നെ എന്നെ തള്ളിക്കളയരുതേ എന്നുള്ള ഒരു ഭാഗമുണ്ട് അതിനകത്ത്. ആ ഒരു ഭാഗം ഞാൻ എന്നെ ദൈവം എന്നെ കൈവിട്ടാല് ഞാന് തളർന്നു പോകും. ആ ഒരു ബിക്കോസ് അത്രയും നമുക്ക് ദൈവത്തോട് ഒരു അടുപ്പം ഉള്ളത് കൊണ്ട് നമ്മുടെ മനസ്സ് എന്താണോ പറയണത് അത് തന്നെയാണ് ആ വാക്യങ്ങളിലുള്ളതല്ലേ? അതെ, എന്നെ കൈവിടരുത് എന്നുള്ളൊരു ഒരു പ്രാർത്ഥനയാണ്. ഓക്കെ, ശരി, അതാണ് ആ സങ്കീർത്തനം റിപ്പീറ്റ് ചെയ്യാനുള്ള റീസൺ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ജീവനിൽ കടക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യണമെന്നാണ് യേശു പറഞ്ഞത്? കൽപ്പനകൾ പ്രമാണിക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. ഉത്തരം ശരിയാണ്, കൽപ്പനകൾ അനുസരിക്കുക. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ബൈബിളിൽ നമ്മൾ ഒത്തിരി വ്യക്തികളെ കുറിച്ച് വായിക്കുന്നുണ്ട് അല്ലേ? യേശുവിനെ കുറിച്ചല്ല പറയുന്നത്, ദൈവം എന്നുള്ള ആ ഒരു ഇതിലല്ല, അല്ലാതെ നമ്മൾ സാധാരണ മനുഷ്യരെ കുറിച്ച് ഒത്തിരി കാണുന്നുണ്ടല്ലോ. ഒരുപാട് വ്യക്തികളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ബൈബിളിൽ. അതിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് പറയോ? എന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഹന്നയാണ്. എന്താന്ന് പറഞ്ഞാൽ എന്റെ സാക്ഷ്യം തന്നെയാണ് ഹന്നയുടെ ജീവിതവും. ഞാൻ ഹന്നയെ പോലെ കരഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ മോനക്ക് ഒരു മകനെ കിട്ടിയത്. അത് ഞാൻ എന്റെ പ്രാർത്ഥനാ കൂട്ടങ്ങളിലും ഒക്കെ സാക്ഷിച്ചിട്ടുള്ള ഒരു സാക്ഷ്യം തന്നെയാണ്. ആരോടെ മക്കളില്ലാതെ ദുഃഖിക്കുന്നവരോട് പറയുന്ന ഒരു സാക്ഷ്യം തന്നെയാണ്. മക്കളില്ലാതെ ഞാൻ 3 വർഷം എന്നെ മറ്റുള്ളവർ കളിയാക്കിയ സമയത്തും ഞാൻ എന്റെ ഹസ്ബൻഡിനോട് അപ്പൂരെന്ന് മഹാരാഷ്ട്രയിലായിരുന്നു. അപ്പോഴാണ് എനിക്ക് ബൈബിൾ കൂടുതൽ ഞാൻ സൺഡേ സ്കൂളിലും BBSലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും യുവജനസഖ്യത്തിലൊക്കെ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ തന്നെയും ബൈബിൾ കണ്ടിന്യൂസ് വായിക്കുന്നത് അവിടെ വെച്ചാണ്. ഓക്കെ, അപ്പം എന്തായാലും ഒരു എന്താ പറയാ, ആ ഒരു പ്രാർത്ഥന ദൈവം കേൾക്കുകയും ഹന്നയ്ക്ക് ദൈവം മറുപടി കൊടുത്തതുപോലെ അല്ലേ, ആന്റിയോടും ദൈവം കരുണ കാണിച്ചു അല്ലേ? അതെ, അതാ പറയണേ, നമ്മൾ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യാചിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് അത് ചെയ്തു തരും. ഇന്നത്തെ ആക്ച്വലി എപ്പിസോഡിന്റെ ആ ഒരു തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു വചനം പോലും അത് തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നു, ഇനി എനിക്ക് എന്ത് കുറവാണുള്ളത് എന്ന് ചോദിച്ച മനുഷ്യന്റെ ഏത് കുറവാണ് യേശു ചൂണ്ടിക്കാട്ടിയത്? അതിന്റെ ധനികനായിരുന്നത് കൊണ്ട് വസ്തുക്കളൊക്കെ വിറ്റ് കൊടുക്കാനുള്ള ആ ഒരു കറക്റ്റ് ആണ്. ഉത്തരം പറഞ്ഞത് ശരിയാണ്. അതായത് ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഓക്കെ, അത് ധനവാനായിരുന്നത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത് അല്ലേ? അതെ. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ, ചോദിക്കട്ടെ? നാലാമത്തെ ചോദ്യം ഇതാണ്: നിത്യജീവനെ പ്രാപിക്കുവാൻ വന്ന സമ്പന്നനായ യൗവനക്കാരൻ യേശുവിന്റെ വാക്ക് കേട്ടിട്ട് എന്ത് ചെയ്തു? കറക്റ്റ്. ഉത്തരം ശരിയാണ്, അവൻ ദുഃഖിതനായി അവിടെ നിന്നും പോയി. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ആ മനുഷ്യൻ അങ്ങനെ ചെയ്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ?
ഉണ്ട്. എല്ലാവരും അവരവരുടെ സമ്പത്തിൽ ആശ്രയിക്കുന്നതുണ്ട്. കാരണം നമ്മൾ മനുഷ്യർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമുക്കൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് എല്ലാ സിറ്റുവേഷനും ഓക്കെയാണ്. കാരണം ഉള്ളത് നമ്മൾ സന്തോഷത്തോടെ നമ്മൾ എന്താ പറയാ ഡെയിലി നമ്മൾ അങ്ങ് ജീവിച്ചു പോകും. പക്ഷെ നമുക്ക് ഇച്ചിരി കാശ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ആർത്തിയുള്ളവരാണ് മനുഷ്യരല്ലേ. അന്നേരം 4 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്, വളരെ നല്ല കോളായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. തുടർന്നും പ്രോഗ്രാം കാണണം, പ്രോഗ്രാമിലേക്ക് വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്, ബൈ. ഓക്കെ ബൈ. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ജിജി എന്ന് പറഞ്ഞ ആൻറ്റി ആയിരുന്നു. വളരെ നല്ല കോളായിരുന്നു കേട്ടോ. ഒത്തിരി വിഷമങ്ങൾ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായി സംസാരിക്കുന്നതിനിടയിൽ. എന്തായാലും ദൈവം നല്ല ആശ്വാസം കൊടുക്കട്ടെ, എന്താ പറയുക, സന്തോഷം കൊടുക്കട്ടെ. ലൈഫിൽ മൊത്തം അവർ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല തുടർന്ന് പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിനി അടുത്തതായിട്ടൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് അജിത. അജിത, എവിടെ നിന്ന് വിളിക്കുന്നു? കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. എന്താ ചെയ്യുന്നത്? വീട്ടിലുള്ള ജോലികൾ അല്ലേ? അത്യാവശ്യം നല്ല ജോലി ഉണ്ടോ? തയ്യൽ പണിയുണ്ട്. ആ, ഓക്കെ. അപ്പം എങ്ങനെയുണ്ട് ഈ സമയമൊക്കെ? സീസൺ ആണോ തയ്യലിന്? അങ്ങനെയൊന്നുമില്ല. അപ്പൊ ആദ്യത്തേക്കൊന്നും തയ്ക്കുന്നൊന്നുമില്ല. അപ്പൊ അധികം ബൈബിളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതെയോ? വീട്ടില് വേറെ ആരൊക്കെ ഉള്ളത്? വീട്ടില് മോനും ഭാര്യയും 2 കുഞ്ഞുങ്ങളും. കുഞ്ഞുങ്ങൾക്കൊക്കെ എത്ര പ്രായമുണ്ട്? മോന്റെ കുഞ്ഞുങ്ങളല്ലേ? ആ, കുഞ്ഞുങ്ങൾക്കൊക്കെ എത്ര പ്രായമുണ്ടെന്ന് ചോദിച്ചതാ. ഒന്ന് 1.5 വയസ്സ്, ഒന്ന് LKG പഠിക്കും. മൊത്തം LKGയില്, മറ്റേ 1.5 വയസ്സായിട്ടുള്ളൂ. ഓക്കെ. അപ്പം അത്യാവശ്യം എന്താ പറയാ കുട്ടികളുടെ ബഹളവും അനക്കവും ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ. എല്ലാരും സുഖായിരിക്കുന്നോ? ഓക്കെ. പ്രോഗ്രാം കാണാറുണ്ടായിരുന്നോ? ഓക്കെ. എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ടല്ലോ? വായിക്കാറുണ്ട്. ലാസ്റ്റ് ഇപ്പം വായിച്ച പോർഷൻ ഏതാണ്? രാവിലെ വായിച്ചിട്ടുണ്ട്. രാവിലെ സങ്കീർത്തനം വായിച്ചിട്ടുണ്ട്. പിന്നെ ഇരമ്യാവിന്റെ വായിച്ചിട്ടുണ്ട്. അടിവാടി. പിന്നെ ഇപ്പൊ വിളിച്ചപ്പോ അതൊന്നും നോക്കി 19 19 അല്ലേ പറഞ്ഞത്? ഓക്കെ. അപ്പം എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമ്പോ ഇങ്ങനെയാണോ? അതായത് എന്താ സങ്കീർത്തനവും വായിച്ചിട്ട് ഏതെങ്കിലും പ്രവചന പുസ്തകമാണോ വായിക്കുന്നത്? അങ്ങനെയാണ് വായിക്കുന്നത് അല്ലേ? എന്നാ ഓക്കെ. അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എന്റെ നാമനിമിത്തം എന്തൊക്കെ ഉപേക്ഷിച്ചവർക്കാണ് പ്രതിഫലം ലഭിക്കുന്നത്? എന്റെ നാമനിമിത്തം എന്തൊക്കെ ഉപേക്ഷിച്ചവർക്കാണ് പ്രതിഫലം ലഭിക്കുന്നത്? വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെ വിറ്റ് കളഞ്ഞതിന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഉത്തരം ശരിയാണ്. വീടുകൾ, സഹോദരന്മാർ, സഹോദരിമാർ, അപ്പൻ, അമ്മ, മക്കൾ, നിലങ്ങൾ മുതലായവ. ഓക്കെ. അങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. എങ്ങനെയാ, പാട്ട് പാടുവോ? പാട്ട് പാടും. എന്നാ ഇഷ്ടപ്പെട്ട പാട്ടിന്റെ കുറച്ച് വരികൾ പാടിക്കോളൂ. കാണുന്നു ഞാൻ യേശുവിനെ, സർവശക്തനാം സൃഷ്ടികർത്താവിനെ. അലറുന്തിരകൾ നടുവിൽ ഞാൻ കാണുന്നു എൻ കർത്താവിനെ. എൻ ബലം, എൻ സങ്കേതം, കോട്ടയും യേശുവല്ലോ. ഒരിക്കലും എന്നെ പിരിയാത്ത ഉത്തമ സ്നേഹിതനാ. ഓക്കെ ആന്റി, നല്ല പാട്ടായിരുന്നു. നമുക്ക് ഇങ്ങോട്ട് ആ പാട്ടിന് ചെറിയൊരു ടൂൺ വേരിയേഷൻ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അതെന്നെ പാടിത്തന്നതിനും നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യമാകുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ? തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന്
പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യമാകുന്നത് എന്ത്? സ്വർഗരാജ്യം. ആ, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ഉത്തരം ശരിയാണ്, സ്വർഗരാജ്യം. ഓക്കെ, അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ്? ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടമുള്ള പുസ്തകം? ഇഷ്ടപ്പെട്ട എല്ലാം കുഴപ്പമില്ല, അതൊക്കെ നല്ല കഥകൾ തന്നെ. ഏതാണ്? പിന്നെ സങ്കീർത്തനം നന്ദി, സങ്കീർത്തനങ്ങളാണ് ഇഷ്ടം. വാക്യം, പിന്നെ ലേഖനങ്ങള് എല്ലാം ഇഷ്ടമാണല്ലേ? അങ്ങനെ ഒന്നുമില്ല. സങ്കീർത്തനം ഇഷ്ടമാണ്, സദൃശ്യവാക്യം ഇഷ്ടമാണ്, ലേഖനങ്ങൾ ഇഷ്ടമാണ്, പ്രവാചകന്മാരുടെ പുസ്തകം ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, കാരണം എല്ലാത്തിലും നമുക്കുള്ളത് തന്നെയാണുള്ളത് അല്ലേ? നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. നമ്മുടെ ജീവിത കഥയല്ലേ? ഏതാണ്? നമ്മുടെ ജീവിത കഥയല്ലേ? അതെ 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 അതെ. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് വീട്ടുടയവൻ പുറപ്പെട്ടത് എപ്പോഴാണ്? പറയൂ. പുലർച്ചയ്ക്ക്. ആ, ഓക്കെ, ഉത്തരം ശരിയാണ്, അതിരാവിലെ. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ഒരു ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ, ചോദിക്കുവാണേ. നാലാമത്തെ ചോദ്യം. വേലക്കാർക്ക് എന്ത് കൂലിയാണ് വീട്ടുടയവൻ നിശ്ചയിച്ചത്? വേലക്കാർക്ക് എന്ത് കൂലിയാണ് വീട്ടുടയവൻ നിശ്ചയിച്ചത്? ഓരോ വെള്ളിക്കാശ്. ഉറപ്പല്ലേ? ഓരോ വെള്ളി. ഉത്തരം ശരിയാണ്, ഒരു വെള്ളിക്കാശ്. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? ഇങ്ങനെ ആലോചിക്കണോ ഒരു വെള്ളിക്കാശ് ആയിരിക്കുമോ എന്നുള്ളൊരു സംശയം. ഓക്കെ, എന്തായാലും ഉത്തരം ശരിയാണ്, ഒരു വെള്ളിക്കാശ്. ഓക്കെ, അങ്ങനെ 4 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. മാത്രമല്ല വളരെ നല്ല കോളായിരുന്നു. തുടർന്നും പ്രോഗ്രാം കാണണം, പ്രോഗ്രാമിലേക്ക് വിളിക്കണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് അജിത എന്ന് പറഞ്ഞ ആന്റി ആയിരുന്നു. വളരെ നല്ല കോളായിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. തുടർന്നും പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് ഒരു കോള് വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ലിസി. എവിടുന്നാണ്? കണ്ണൂർ ജില്ല. കണ്ണൂറാണല്ലേ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡ്, 3 കുട്ടികളാ. കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്? കുട്ടികൾ ജോലിക്ക് പോയേക്കുവാണ് അല്ലേ? ഓക്കെ, ആന്റി വർക്ക് ചെയ്യുന്നുണ്ടോ? എന്തോ? ആന്റി വർക്ക് ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫ് ആണ്? ആണോ? ഹൗസ് വൈഫ് ആണ്, വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല അല്ലേ? പ്രോഗ്രാം കാണുന്നുണ്ടായിരുന്നോ? എന്തോ? പ്രോഗ്രാം കാണാറുണ്ടായിരുന്നോ? നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? അന്നേരം എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ടല്ലോ? ബൈബിൾ എല്ലാ ദിവസവും വായിക്കും. എത്ര ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുകയാണോ ചെയ്യുന്നത് ബൈബിള്? കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുവായിരുന്നു. അപ്പം എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും കംപ്ലീറ്റ് ആയിട്ട് ബൈബിള്? ഒരു 4-5 കൂടുതലായിട്ടുണ്ടായിരുന്നു. 5-6 പ്രാവശ്യത്തിൽ കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എപ്പോഴും വായിച്ച് വെളിപാട് തീരാറായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ഒരു പ്രാവശ്യം കൂടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലേ? എന്തായാലും നല്ല കാര്യം. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമ്മള് വായിക്കുന്നതിന് വലിയ പ്രതിഫലം ഉണ്ട്, അതറിയാലോ അല്ലേ? പിന്നെ അറിയാം. അപ്പം എല്ലാ പ്രതിഫലങ്ങളും ദൈവം നൽകട്ടെ കേട്ടോ. ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ബേത്ഫാഗ എവിടെ സ്ഥിതി ചെയ്യുന്നു? ജെറുസലേം, അതായത് ആ ഒരു സ്ഥലം സ്പെസിഫൈ ചെയ്യോ? ഒരു മലയെ കുറിച്ച് പറയുന്നില്ലേ? ഓക്കെ, ഉത്തരം ശരിയാണ്, ഒലിവ് മലയ്ക്കരികെ. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ബൈബിളില് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? ഞാൻ വ്യക്തി തന്നെ
ദാനിയലിന്റെ പുസ്തകം എനിക്ക് വായിക്കും. ദാനിയൽ, പിന്നെ സങ്കീർത്തനം, ഇങ്ങനെ ദാനിയലിനെ ദാനിയലിനെ ഇഷ്ടമാണ്. ശരി, പെട്ടെന്ന് പറഞ്ഞോളൂ. ദാനിയലിനെ ഇഷ്ടപ്പെട്ട, അതായത് ദാനിയലിനെ കുറിച്ച് പറയാൻ ഇഷ്ടപ്പെട്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ദാനിയലിൽ കണ്ടിട്ടുള്ളത്? ദാനിയലിന്റെ പ്രാർത്ഥന എനിക്ക് ഭയങ്കര, അതൊരു എന്താ പറയാ, ഭയങ്കര ഡെഡിക്കേഷൻ ഉള്ള ഒരു പ്രാർത്ഥനയാ അല്ലേ? എന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല, ഞാൻ 3 നേരം ദൈവത്തോട് പ്രാർത്ഥിക്കും എന്നുള്ളൊരു ഡെഡിക്കേഷൻ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: യേശു 2 ശിഷ്യന്മാരെ അയച്ചത് എവിടെ നിന്നാണ്? ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലത്തു നിന്നല്ലേ? ഓക്കെ, എന്നുവെച്ചാൽ എനിക്ക് ഉത്തരം പറഞ്ഞുതരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരുന്നത്. ഓക്കെ, ഉത്തരം ശരിയാണ് കേട്ടോ. അതായത് ബേത്ഫാഗയിൽ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ചോദിക്കാലോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: യേശു 2 ശിഷ്യന്മാരെ അയച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് വരാൻ വേണ്ടി. ഓക്കെ, ഉത്തരം ശരിയാണ്. ഒരു പെൺ കഴുതയെയും കുട്ടിയെയും അഴിച്ചുകൊണ്ട് വരുവാൻ. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ പുതിയ നിയമത്തില് യേശു ഒത്തിരി ഉപമകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമുക്ക് മാക്സിമം കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളതെല്ലാം ഉപമകളിലൂടെയാണ്. അതിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു ഉപമ പറയാൻ പറ്റുമോ ഷോർട്ടായിട്ട്? വിതക്കാരന്റെ ഉപമയാണ്. വിത്ത് വിതയ്ക്കാൻ പോയ ആളുടെ ഉപമ അല്ലേ? ഓക്കെ, അപ്പം അത് പറഞ്ഞേക്കുന്നത് വചനം നമ്മുടെ മനസ്സിൽ വീഴുന്ന കാര്യമാണ് അല്ലെ? നല്ല നിലം, മുള്ളിനിടയില്, വഴിയരികില്, അപ്പൊ നമ്മൾ ആരെ പോലെ ആയിരിക്കേണ്ടത്? നല്ല നിലത്ത് വീഴുന്നത് പോലെ. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളൂ, ചോദിച്ചേക്കട്ടെ? നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കഴുതയെ അഴിക്കുന്നത് എന്തിനെന്ന് ചോദിക്കുന്നവർക്ക് മറുപടി കൊടുക്കേണ്ടതെന്താണ്? ദൈവത്തിന്, കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുന്നു. ദൈവത്തിന്. ഓക്കെ, ഉത്തരം ശരിയാണ്. കർത്താവിന് ഇവയെ ആവശ്യമുണ്ട്. ഓക്കെ, അങ്ങനെ 4 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. വളരെ നല്ല കോളായിരുന്നു. തുടർന്നും പ്രോഗ്രാം കാണണം, പ്രോഗ്രാമിലേക്ക് വിളിക്കണം. ഓക്കെ ആന്റി, ബൈ. താങ്ക് യു. ഓക്കെ, ബൈ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് ലിസി ആന്റി ആയിരുന്നു. വളരെ നല്ല കോളായിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. മാത്രമല്ല പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കോൾ സെഗ്മെന്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ തുടക്കത്തിലൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ ഈ അവിശ്വാസിയായിട്ടുള്ള മനുഷ്യൻ ഈ വിശ്വാസിയോട് ഒരു പരീക്ഷണാർത്ഥം ചോദിച്ച കാര്യങ്ങളാണ്. അതായത് ദൈവത്തോട് ഒരു $100 ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ മനുഷ്യൻ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു, മറ്റുള്ളവർ ദൈവത്തോട്, അതായത് ദൈവത്തോട് ഒത്തിരി അടുപ്പമുള്ള മനുഷ്യർ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് ഡോളേഴ്സും അല്ലെങ്കിൽ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ച കാര്യം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുത്തു. അതായത് ദൈവത്തെ നീ അറിയുകയാണെങ്കിൽ നീ ആദ്യം ചോദിക്കേണ്ടത് എനിക്ക് കുറേ ഡോളേഴ്സ് തരണം എന്നായിരിക്കരുത്. നീ ചോദിക്കേണ്ടത് എൻ്റെ പാപമായിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി പാപം നിറഞ്ഞ എൻ്റെ ഹൃദയത്തെ ഒന്ന് പരിശുദ്ധമാക്കണം, അല്ലെങ്കിൽ പുതിയൊരു ഹൃദയം എനിക്ക് തരണമേ എന്ന് വേണം നീ പ്രാർത്ഥിക്കാൻ. അതിനുശേഷം വേണം നീ ദൈവത്തോട് എന്തും ആവശ്യപ്പെടാനെന്ന് പറഞ്ഞു. പക്ഷേ ഈ മനുഷ്യൻ്റെ ശാന്തമായിട്ടുള്ള ഒരു സംഭാഷണം കാരണം, അല്ലെങ്കിൽ ഈ വിശ്വാസിയായിട്ടുള്ള മനുഷ്യൻ്റെ ആ ഒരു സംസാര രീതി കാരണം ഈ മനുഷ്യൻ ദൈവത്തിലേക്ക് ആകൃഷ്ടനായി. അദ്ദേഹം ദൈവത്തെ അറിയാനും ദൈവത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാനും സേവിക്കാനും സ്നേഹിക്കാനും ഒക്കെ ആരംഭിച്ചു. അദ്ദേഹം എത്രമാത്രം അനുഗ്രഹം ദൈവത്തോട് ചോദിച്ചോ അതിന് ഇരട്ടിയായിട്ട് ദൈവം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ദൈവമായിട്ട് ഭയങ്കര ഒരു നല്ല ബന്ധം പുലർത്തുക എന്നുള്ളതാണ്. ഒരു ബന്ധവും ഇല്ലാണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞാൻ ദൈവത്തോട് ദൈവം എനിക്കിതെല്ലാം തരണം, എത്രയും ആവശ്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം എനിക്ക് ദൈവം സാധിച്ചു തരില്ല. മാത്രമല്ല നമ്മൾ ദൈവത്തെ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യം പറയാൻ മാത്രമായിരിക്കരുത്. പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺവെർസേഷൻ ആയിരിക്കണം. എനിക്ക് ദൈവത്തോട് സംസാരിക്കാനുള്ള കാര്യങ്ങളായിരിക്കണം ഞാൻ ദൈവത്തോട് എപ്പോഴും ഒരു കോണ്ടാക്ട് വെക്കില്ലേ, അതുപോലെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനയും. അങ്ങനെ തന്നെ എല്ലാവർക്കും ദൈവത്തോടൊരു അടുപ്പം നിലനിർത്താൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവം ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.